ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുന്നു. ഒളിമ്പസിന്റെ ഡി പി കോളേജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിലെ വിന്യാസങ്ങൾ എന്നുള്ള 5-ാം പാഠത്തില് ഇന്ന് നമ്മൾ പുതിയൊരു വിന്യാസത്തെ കുറിച്ച് സംസാരിക്കുന്നു. നമ്മൾ ഒരുപാട് തവണ സംസാരിച്ച വിഷയം തന്നെയാണ് വികാസ വിന്യാസം. ക്ഷമിക്കുക, പുതിയ വിന്യാസമല്ല, ഇന്നലെ സംസാരിച്ച വിന്യാസത്തിന്റെ ഡിസപ്ഷൻസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോ അത് വികാസ വിന്യാസ ഭംഗം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്: ഡിസ്റപ്ഷൻ ഓഫ് ഡെവലപ്മെന്റ് പാറ്റേൺ ലീഡ്സ് ടു കയോസ്, ഫെയിലിയർ ആൻഡ് വാല്യൂ ലോസ്. വികാസ വിന്യാസ ഭംഗം. ഒരു വ്യവസ്ഥയുടെ വികസന വിന്യാസം ലംഘിക്കപ്പെടുമ്പോൾ വ്യവസ്ഥയുടെ സ്വാഭാവികമായ വളർച്ചയും അനുകൂലനവും പരിണാമവുമാകുന്ന പ്രവാഹങ്ങൾ തകർന്നുപോകും. ഇതുമൂലം വ്യവസ്ഥയിൽ ഒന്നുകിൽ മന്ദതയും പിന്മാറ്റവും, അല്ലെങ്കിൽ ഛിദ്രതയും വിസ്ഫോടനം, തുടർന്ന് ഇവ മൂലമുള്ള ക്രമരഹിതമായ പരിണാമങ്ങൾ സംഭവിക്കാം. വ്യക്തി, കുടുംബ, സമൂഹ, രാഷ്ട്ര, പാരിസ്ഥിതിക ശുദ്ധികൾ മൂല്യരഹിതമായി തകരുന്നത് ഉദാഹരണമാണ്. ഇതിനുള്ള പ്രധാന കാരണങ്ങൾ ആന്തരിക അസന്തുലിതത്വം, ഭഗ്ന പ്രതിദാനങ്ങൾ അഥവാ ബ്രോക്കൺ ഫീഡ്ബാക്സ്, അമിതഭാരം, ജ്ഞാനത്തിന്റെയും മൂല്യത്തിന്റെയും അഭാവം, ഹാനികരമായ ബാഹ്യ സ്വാധീനങ്ങൾ എന്നിവയാണ്. അതിന്റെ ഫലമായി വ്യവസ്ഥയിൽ ദിശാഭംഗം, ആവർത്തിച്ചുള്ള പരാജയങ്ങൾ, സമ്മർദ്ദവും തകരാറുകളും, അന്യവൽക്കരണം, അസ്ഥിരത തുടങ്ങിയവ സംഭവിക്കും. ഇതിന് പരിഹാരമായി ഫീഡ്ബാക്ക് ചക്രങ്ങൾ പുനഃസ്ഥാപിക്കുകയും അടിസ്ഥാന മൂല്യങ്ങളുമായി ബന്ധം പുനഃസ്ഥാപിക്കുകയും നവീകരണത്തിന് ഇടം നൽകുകയും വ്യവസ്ഥയുടെ സ്വാഭാവിക താളത്തിന്റെയും ഉദ്ദേശ്യത്തിന്റെയും പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഇതാണ് ഡിസ്റപ്ഷൻ ഓഫ് ഡെവലപ്മെന്റ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇത് സാധാരണ ആളുകൾക്കൊക്കെ ഇത് എത്രത്തോളം ഗുണകരമാകും എന്നുള്ളത് അവരെ ആശ്രയിച്ചിരിക്കും. ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർമാർക്ക് നിങ്ങൾ ചികിത്സ നടത്തുന്ന സമയത്ത് രോഗികളുടെ ശരീരത്തില് അല്ലെങ്കിൽ രോഗികളുടെ മനസ്സിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എവിടെയാണ് അപാകങ്ങൾ ഉണ്ടാകുന്നത് പഠിക്കാൻ ഇത് വലിയൊരു ഘടകമായിരിക്കും. ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നവന് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നവന്, വ്യവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പൊ സ്വന്തം ശരീരത്തെ തന്നെ പോകുന്ന പോലെ പോട്ടെ എന്ന് കൊണ്ടുപോകുന്നവരാണ് ഭൂരിഭാഗവും. അങ്ങനെയല്ല, സ്വന്തം ശരീരത്തിന് കൃത്യമായിട്ടുള്ള ഒരു ക്രമീകരണം വേണം, സ്വന്തം കുടുംബത്തിന് ഒരു ക്രമീകരണം വേണം, സ്വന്തം സമൂഹത്തിന് അല്ലെങ്കിൽ സ്വന്തം സ്ഥാപനത്തിന് ഒരു ക്രമീകരണം വേണമെന്ന് പറയുന്നവർക്കാണ് ഇത് ഉപകാരപ്പെടുക. ഈ വിന്യാസങ്ങളും അതിന്റെ ഭംഗങ്ങളെ കുറിച്ചുള്ള പഠനവും ഉപകാരപ്പെടുക. അപ്പൊ ആ ആംഗിളിൽ തന്നെ ഇത് എടുക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ പറയുന്ന ഈ ഒരു കാര്യം, വികാസ വിന്യാസ ഭംഗം എന്ന് പറയുന്നത് അക്രമത്തിലേക്ക്, വീഴ്ചയിലേക്ക്, അതുപോലെ തന്നെ മൂല്യനഷ്ടത്തിലേക്ക് ആണ് നയിക്കുക. ഈ അക്രമം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങൾക്കും ഒരു ക്രമമാണ്. ആ ക്രമം നഷ്ടപ്പെട്ടു പോയിട്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ വ്യവസ്ഥ താറുമാറാകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അത് തകർന്നു പോകും, അത് തോറ്റുപോകും, അത് അതിന്റെ ധർമ്മം നിർവഹിക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നു പോകും. അതുപോലെ തന്നെ എല്ലാത്തിനെയും, എല്ലാ വ്യവസ്ഥകളെയും, എല്ലാ സംവിധാനങ്ങളെയും അതിന്റെ ശരിയാം വിധമുള്ള എന്താ പറയുക വ്യതിരിക്തതയോടെ നിലനിർത്തുക എന്ന് പറയുന്നത് അതിന്റെ സവിശേഷ ഗുണമായിരിക്കും. അതിനെയാണ് നമ്മൾ സാധാരണ മൂല്യം എന്ന് പറയുന്നത്. ആ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ് ഈ വികാസ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്നു, ഒരു വ്യവസ്ഥയുടെ വികസന വിന്യാസം ലംഘിക്കപ്പെടുമ്പോൾ വ്യവസ്ഥയുടെ സ്വാഭാവികമായ വളർച്ച തടയപ്പെടും. ഈ ഡെവലപ്മെന്റ് എന്നുള്ളത് ഏതൊരു വ്യവസ്ഥയുടെയും സ്വാഭാവികമായ വളർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. ഈ സ്വാഭാവികമായിട്ട് വളർച്ചയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മറ്റുള്ളവയുമായി പൊരുത്തമാകുന്നത്. ഒരു ജീവി അല്ലെങ്കിൽ ഒരു സത്ത, അതല്ലെങ്കിൽ ഒരു വ്യവസ്ഥ ഇവിടെ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. പ്രപഞ്ചം എന്നുള്ള മഹാസംവിധാനത്തിന്റെ അകത്ത് ഒരു പ്രദേശത്ത് മറ്റുള്ളവയ്ക്കിടയിൽ, മറ്റുള്ളവയുമായി ചേർന്ന് അകത്തും പുറത്തും വശത്തും താഴെയും മുകളിലും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു മഹാജാലികയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സത്ത എവിടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു നോഡ്, ഒരു പുതിയ നോഡ് ഉണ്ടാവണം. ഈ വലക്കണ്ണി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുകയാണ് ചെയ്തത്. ഇത് എല്ലാ വശങ്ങളുമായിട്ടും ചേർന്ന് ക്ലബ് ആവണം. നമ്മൾ ഈ ട്രെയിനുകൾ ലിങ്ക് ചെയ്യുന്ന കണ്ടില്ലേ, 2 കമ്പാർട്ട്മെന്റുകൾ ഇങ്ങനെ വന്നിട്ട് അവസാനം തമ്മിൽ ആ ചേരുന്ന ലിങ്ക് ഇങ്ങനെ കണക്ട് ആവും. അതുപോലെ നമ്മൾ ലിങ്ക് ചെയ്യണം. നമ്മൾ വളർന്നു പോകുമ്പോൾ നമ്മൾ സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ആവണം. നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളായിട്ട്, രാഷ്ട്രീയ കാര്യങ്ങളായിട്ട് കണക്ട് ആവണം. ഈ കണക്ട് ആവുക എന്നുള്ളിടത്ത് കൃത്യമായിട്ട് അനുകൂലനം നടക്കണം.
അവിടെ എന്താണോ ഉയർന്നിരിക്കുന്നത് നമ്മൾ അതിനടുത്ത് താഴ്ന്നു നിന്ന് അതിനെ സ്വീകരിക്കാൻ തയ്യാറാവണം. അപ്പൊ ഇതാണ് അനുകൂലം, അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം അതാണ്. അപ്പൊ ഈ നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ട് സംഭവിക്കേണ്ടതാണ് ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ അഡാപ്റ്റേഷൻ മാത്രമല്ല, അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ഒരുമിച്ചുള്ള ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു പരിവർത്തനം നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ വളർച്ച എന്ന് പറയുന്നത് കാലികമായിട്ടുള്ള മാറ്റമാണല്ലോ. അപ്പൊ കാലികമായിട്ടുള്ള മാറ്റത്തിൽ നമുക്ക് ഇതെല്ലാം വന്നു ചേരണം. വളർച്ച ഉണ്ടാവണം, സ്വാഭാവികമായിട്ടുള്ള അനുകൂലനം ഉണ്ടാവണം, സ്വാഭാവികമായിട്ടുള്ള പരിണാമം ഉണ്ടാവണം. ഇവിടെ ഈ വ്യവസ്ഥാ വിന്യാസം തകരുന്ന സമയത്ത് ഉണ്ടാവുന്ന വെച്ചാൽ ഈ തരം പ്രവാഹങ്ങളെല്ലാം അവിടെ തകർന്നു പോകുന്നുണ്ട്. ഇതുമൂലം വ്യവസ്ഥയിൽ ഒന്നുകിൽ മന്ദതയും പിന്മാറ്റവും ഉണ്ടാവും. എന്നുവെച്ചാൽ നേരെ തന്റെ പരിസരവുമായിട്ട്, തന്റെ ധർമ്മവുമായിട്ട്, തന്റെ ആന്തരിക ലോകവുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ സത്തയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ മന്ദതയുണ്ടാവും. പ്രവർത്തനം കൃത്യമായിട്ട് മുൻപോട്ട് പോലും ചിലപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടാവും, ആ ഔട്ട്പുട്ട് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോ പിന്മാറ്റം ഉണ്ടാവും. ഇപ്പൊ എന്റെ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അതിൽ ആ വികാസം എന്നുള്ള രീതിയിൽ കാലത്തിനനുസരിച്ച് അതിനുണ്ടാവുന്ന അനുകൂലനം എന്നുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിൽ കുറച്ചു കാലം കഴിയുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഒരു തരം ജഡത്വം ഉണ്ടാവും. ആ ജഡത്വം ഉണ്ടാവുന്ന സമയത്ത് എന്റെ ഈ ദഹനേന്ദ്രിയ വ്യൂഹം താറുമാറാകും. എന്റെ വൈകാരിക പ്രവാഹം നടന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വൈകാരികതയ്ക്ക് വരുന്ന സമയത്ത് കൂടുതൽ വൈകാരികതകളോട് അഡാപ്റ്റ് ചെയ്യാനുള്ള വികാസം എന്നിൽ ഉണ്ടാവണം. ഞാൻ ചെറിയ കാലത്ത് വികാരങ്ങൾ ഉണ്ടായി, എനിക്കതിനെ നേരിടാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നും ഞാൻ നേരിടാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ ഇനി വികാസം സംഭവിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പൊ ഈ തരം അഡാപ്റ്റേഷൻസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പൊ എന്റെ ഇമോഷൻസ് അല്ലെങ്കിൽ എന്റെ ശരീരത്തിൽ വരുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഞാൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിട്ട് ഞാൻ മന്ദഗതിയിലാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ജീവിതത്തെ നേരിടുവാൻ വേണ്ടിയുള്ള എന്റെ മുന്നോട്ട് പോക്കിൽ നിന്ന് ഞാൻ പിന്മാറും. ഇത് ഒരു വശമാണ്. വേറൊന്ന്, വികാസം എന്നുള്ളത് കുറിച്ചുള്ള അനുചിതമായ ബോധ്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കട്ടെ. അപ്പോ ഞാനങ്ങ് പൊട്ടിത്തെറിക്കുക, ഞാനങ്ങ് മറ്റുള്ളവയായിട്ട്, എന്റെ അച്ഛനും അമ്മയായിട്ടും എന്റെ വേരുകളുമായിട്ടും എന്റെ നാടുമായിട്ടൊന്നും ബന്ധമില്ല. ഞാൻ വികസിക്കേണ്ടവനാണ്, ഞാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നേടേണ്ടവനാണ്. അതുകൊണ്ട് എനിക്ക് ഇതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ വേരുകൾ കളഞ്ഞിട്ട് പോയാലോ നമുക്ക് ഛിദ്രത ഉണ്ടാകാൻ തുടങ്ങി. നമ്മുടെ റൂട്ട് ഡിസ്കണക്ട് ആവുന്നതോടുകൂടി നമ്മൾ ഛിദ്രമായി തീരാൻ തുടങ്ങി. അത് നമ്മളെ വിസ്ഫോടിപ്പിക്കും. വിസ്ഫോടനം വെച്ചാൽ പടക്കം പൊട്ടുമല്ലോ. പടക്കം കാണാൻ നല്ല ചന്താണ്, അത് കെട്ടി വരിഞ്ഞ് ചായമൊക്കെ മുക്കി വരുന്നത് കാണാൻ നല്ല ചന്താണ്. അത് പൊട്ടിയാലോ ആ പൊട്ടുന്ന നിമിഷം പോലെ പിന്നെ അതില്ല. അതാണ് ഛിദ്രത എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയും ഉണ്ടാകാം. അപ്പോ ഈ വിന്യാസ ഭംഗം വരുന്ന സമയത്ത് ഒന്നുകിൽ മന്ദതയും പിന്മാറ്റവും ഉണ്ടാവും, അല്ലെങ്കിൽ ഛിദ്രതയും വിസ്ഫോടനവും ഉണ്ടാവും. ഇതിനെ തുടർന്ന് ക്രമരഹിതമായിട്ടുള്ള പരിണാമങ്ങൾ സംഭവിക്കും. അപ്പൊ ഈ ക്രമരഹിതമായ പരിണാമം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുമാകാം. അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, സ്വയം പ്രവർത്തനത്തിന് പറ്റാത്ത രീതിയിൽ, സൊസൈറ്റിക്ക് കൊള്ളാത്ത രീതിയിൽ, സ്വന്തം മനസ്സിന് കൊള്ളാത്ത രീതിയിൽ, ധർമ്മത്തിന് കൊള്ളാത്ത രീതിയിൽ, ഈശ്വരന് കൊള്ളാത്ത രീതിയിൽ നമ്മൾ ആയിത്തീരാൻ സാധ്യതയുണ്ട്. ഇത് എവിടെയാണ് ഉണ്ടാവുന്നത് വെച്ചാൽ വ്യക്തി, കുടുംബ, സമൂഹ, രാഷ്ട്ര, പാരിസ്ഥിതികമായിട്ടുള്ള എല്ലാ ഏരിയകളിലും ഇത് സംഭവിക്കാം. നമ്മുടെ ഉള്ളിൽ ആ വികാസ വിന്യാസ ഭംഗം വരുന്ന സമയത്ത് ഈ ഏരിയകളിലെല്ലാം തന്നെ വ്യക്തി എന്നുള്ള രൂപത്തിലുണ്ടാവും, കുടുംബം എന്നുള്ള രൂപത്തിലുണ്ടാവും. ഇത് നമ്മളിപ്പോ ഈ പറയുന്നത് ഒരു മനുഷ്യനെ ആധാരമാക്കിയിട്ടാണെങ്കിൽ ഒരു കമ്പനി എടുക്കുക, അല്ലെങ്കിൽ ഒരു യന്ത്ര സമുച്ചയത്തെ എടുക്കുക. ഇതിലെല്ലാം തന്നെ അതിന്റെ ശുദ്ധികൾ ഉണ്ടാവുമല്ലോ. ഇവയെല്ലാം ശുദ്ധമായി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമല്ലോ. ഇത് മൂല്യരഹിതമായി തകർന്നു പോകുന്നത് നമ്മൾ കാണാൻ പറ്റും വ്യക്തി ജീവിതത്തിൽ. ഇപ്പോ നമ്മളൊരു കാറ് വാങ്ങിച്ചു, കാറും നമ്മൾ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് പോകുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കാറിന് കംപ്ലൈന്റ് വന്നു. ഇത് സത്യത്തിൽ ആ കാറിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ്. ശരീരത്തിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ജീവിതത്തിൽ ഒരു മാറ്റം വരുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവും. അപ്പോ ഈ ശുദ്ധമായ ഒരു മൂല്യം, ശുദ്ധമായ ഒരു സവിശേഷത നിലനിർത്തുന്ന ആ സ്വഭാവത്തിൽ നിന്നും വിട്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? വ്യക്തി ജീവിതത്തിൽ കാണാറുണ്ട്, കുടുംബത്തിൽ കാണാറുണ്ട്, സാമൂഹ്യമായ കാലുഷ്യങ്ങൾ കാണാറുണ്ട്. ഇവിടെയെല്ലാം ഇത് സംഭവിക്കുന്ന നമ്മൾ കാണാറുണ്ട്. ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് ആ വികസന വിന്യാസ ഭംഗമാണ്. വികാസം ഉണ്ടാകുന്നു എന്നുള്ളത്. വികാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളരുന്നതല്ല, നമുക്കറിയാം. വികാസം എന്ന് വെച്ചാൽ കാലവുമായി ചേർന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളാണ്. അപ്പോൾ അവിടെയെല്ലാം ഇത് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അപ്പൊ ഇതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് ആന്തരികമായ അസന്തുലിതത്വമാണ്. ഒരു വ്യവസ്ഥയുടെ ആന്തരികമായിട്ടുള്ള അസന്തുലിതത്വമാണ് ഈ ഒരു കാര്യത്തിന് കാരണമാകുന്നത്, ഈ വികാസ വിന്യാസ ഭംഗത്തിന് കാരണമാകുന്നത്. ആന്തരിക അസന്തുലിതം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഫ്രീക്വന്റ് ആയിട്ട് നമ്മളൊരു സംസ്കാരത്തിൽ ചെന്നുപെടുന്നു. ആ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുന്നു. ഭക്ഷണം നമ്മൾ നിരന്തരം കഴിക്കുന്നു, ദിവസം 3 നേരമോ 4 നേരമോ 5 നേരമോ കഴിക്കുന്ന ശീലം ഉണ്ടാക്കി. പക്ഷെ നമ്മുടെ സംസ്കാരം അനുസരിച്ച് ദിവസത്തിൽ 1 നേരം മാത്രം ടോയ്ലറ്റിൽ പോകുന്ന ഒരു സംസ്കാരമാണ് ഉള്ളത്. അപ്പോ ഈ സ്വാഭാവികമായിട്ടും ഭക്ഷണത്തിന്റെ തവണകൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസർജനത്തിന്റെ തവണ കുറയും എന്നുള്ളത് ശരീരശാസ്ത്രപ്രകാരം അങ്ങനെയാണ് സംഭവിക്കുക. പക്ഷെ നമ്മളിവിടെ ഇത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇതിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരത്തിനകത്ത് ഇംബാലൻസ് വരും. ശരീരത്തിനകത്ത് ഇംബാലൻസ് വരുന്നത് മനസ്സിനെ ബാധിക്കും, നമ്മുടെ മറ്റ് സാമൂഹിക ഇടപെടലിനെ ബാധിക്കും. എല്ലാത്തരം കാര്യങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. നമുക്കത് അറിയില്ല. ഡയറക്റ്റ് കണക്ഷൻസ് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ, ഇൻഡയറക്റ്റ് കണക്ഷൻസ് മനസ്സിലാവില്ല. അപ്പൊ അവിടെ ആന്തരിക അസന്തുലിതത്വം ഉണ്ടാവും. ഞാൻ ഭക്ഷണം എന്നുള്ളൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ വികാരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന സാംസ്കാരികമായിട്ടോ യുക്തി കൊണ്ടോ ഒക്കെ വരുത്തുന്ന പലതരം ക്രമക്കേടുകൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ ആന്തരികമായിട്ടുള്ള അസന്തുലിതത്വം ഉണ്ടാകും. അതുപോലെ തന്നെ വേറൊന്നാണ് ഭഗ്ന പ്രതിദാനങ്ങൾ. ഭഗ്നം എന്ന് വെച്ചാൽ മുറിക്കപ്പെടുന്നത്, തകർക്കപ്പെടുന്നത്. പ്രതിദാനം എന്ന് പറയുന്നത് ഇത് ഫീഡ്ബാക്കുകളാണ്. അപ്പോൾ നമ്മൾ ചെരിപ്പിടാതെ നടക്കും. ഈ ഓരോന്ന് വരുന്ന വഴി നമ്മൾ യൂട്യൂബിലൊരു ഇടയ്ക്ക് ചില വീഡിയോ കാണാറുണ്ട്. ഈ എന്താണ് പുലിവാലുകൾ വരുന്ന വഴി എന്ന് പറഞ്ഞിട്ട്, ജീവിതത്തിൽ ഓരോ പുലിവാലുകൾ വരുന്ന വഴി. ഇതുപോലെയാണ് നമ്മൾ ചെരുപ്പിടാൻ പഠിച്ചു. നമ്മുടെ കുഞ്ഞിനെ കണ്ടോ, കുഞ്ഞിന്റെ തന്റെ സ്വന്തമായ കാലിൽ നമ്മൾ ഷൂ ഒക്കെ ഇട്ട് അവനെ സുഖിപ്പിച്ച് കുഞ്ഞിന്റെ കാലിൽ മുള്ളു കുത്തരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രണയം, നമ്മുടെ കുഞ്ഞിനോടുള്ള സ്നേഹത്തിന് ഇങ്ങനെ നമ്മൾ ഉയർത്തിക്കൊണ്ട് അവനെ ഏത് കാലത്തും അവന് സാധാരണ ചെരുപ്പ് പോലെ ഷൂ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവനെ ഇങ്ങനെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുപോകും. അവന് മണ്ണുമായിട്ട് ബന്ധപ്പെടാനുള്ള ചാൻസിനെ നമ്മൾ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞിട്ട് ഇവന്റെ ശരീരവും ഈ ഭൂമിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ തിരിച്ചറിയാത്ത രീതിയിലേക്ക് വിച്ഛേദിച്ച് നിർത്തുന്ന സമയത്ത് ഇവിടെ ഫീഡ്ബാക്ക് മെക്കാനിസമാണ് തകരുന്നത്. ഭൂമിയിൽ നിന്നും ഈ ജീവിക്ക് കിട്ടേണ്ടതും ജീവിയിൽ നിന്നും ഭൂമിക്ക് കിട്ടേണ്ടതുമായിട്ടുള്ള ഫീഡ്ബാക്കുകളുണ്ട്. അത് ഇവൻ ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് ഇവന് എന്താണോ ഇവന് വേണ്ടത്, ഇവന് എന്താണ് നൽകേണ്ടതെന്ന് ഭൂമിക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ ഇവൻ എന്ത് കിട്ടുന്നു കിട്ടുന്നില്ല എന്നുള്ളത് ഭൂമിക്ക് അറിഞ്ഞാൽ മാത്രമേ ഭൂമിക്ക് ഇവനെ വേണ്ടുന്ന രീതിയിൽ കരുതാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇവൻ ഭൂമിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവന് ഭൂമിയിൽ നിന്ന് എന്തെടുക്കണം, എന്തെടുക്കണ്ട, എന്ത് കുറവുണ്ട്, കൂടുതലുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവന്റെ ആരോഗ്യത്തിന്റെയും പാരിസ്ഥിതികമായിട്ടുള്ള ആരോഗ്യത്തിന്റെയും അടിത്തറയാകുന്നതാണ് ഈ ഭൂബന്ധം എന്നുള്ളത്. നമ്മളൊരു ചെരുപ്പിടുന്നതിലൂടെ ഈ സാധനത്തെ മൊത്തത്തിലങ്ങ് ഒഴുക്കിക്കളയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇത് ചെരുപ്പിടുക എന്നുള്ളത്. ചെരുപ്പിടുക എന്നുള്ളതിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത, നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണ് ചെരുപ്പിടുക എന്നുള്ളത്. ആ ഒറ്റ കാര്യങ്ങൾ കൊണ്ട് ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം തന്നെ തകരുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയേറെ കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട്, ജീവിതത്തിൽ എന്തൊക്കെ കൊണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ ഈ ബ്രോക്കൺ ഫീഡ്ബാക്കുകൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എടുക്കാവുന്നതിലും അധികമായിട്ടുള്ള ഭാരം എടുക്കാവുന്ന വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ധർമ്മമുണ്ട്. ആ ധർമ്മം തരുന്നതിനും അപ്പുറത്തേക്കുള്ള ഭാരം ഈ കൺസ്യൂമറിസം എന്നുള്ള സംഭവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. നമ്മൾ പണിയെടുത്തേ ജീവിക്കാവൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. പണിയെടുക്കണം എന്നുള്ളത് ആവശ്യമാണ്, അത് ശരീരത്തിന്റെ അധ്വാനത്തിന് വേണ്ടിയിട്ടാണ്. ബാക്കി പണിയെടുത്തേ ജീവിക്കാവുന്ന പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടുന്ന എല്ലാം ഉണ്ടാക്കി തന്നിട്ട് ഞാൻ പണിയെടുത്താണ് ജീവിക്കുന്നത് പറയുന്നത് സ്വകാര്യ സ്വത്തിന്റെ പ്രൊക്യൂർമെന്റിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമാണ്. സ്വത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളവരുടെ കാഴ്ചക്കനുസരിച്ചാണ്. അപ്പോൾ അവിടെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നൽകുന്ന അമിതമായ ഭാരം ഈ സിസ്റ്റത്തിന്റെ ക്യാരിയിങ് കപ്പാസിറ്റിയുടെ അപ്പുറത്തേക്ക്, അതിന്റെ വഹനക്ഷമതയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ അസന്തുലിതത്വം ഉണ്ടാവും. പിന്നെ ധ്യാനം എന്ന് പറയുന്നത് ഒരു ജീവിക്ക് സഹജമായി ലഭിക്കേണ്ടതാണ്. പരിസരത്ത് നിന്നും അതിന്റെ ഗുരുക്കന്മാരിൽ നിന്നും ഒക്കെ കിട്ടേണ്ടതാണ്. ഈ സാധനത്തെ നമ്മൾ വൃത്തിയായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ജ്ഞാനത്തെ വിവരം കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വിവരം എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ, ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്ഡം. ആ വിസ്ഡത്തെ നമ്മൾ ഈ വിവരം കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ യഥാർത്ഥ ജ്ഞാനം എന്നുള്ള സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള ജീവിതം നമുക്ക് അപ്രാപ്യമായി മാറും. അതുപോലെ തന്നെ മൂല്യം എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ജന്മസിദ്ധമായി കിട്ടേണ്ട കാര്യങ്ങൾ. ഇപ്പൊ കമ്പാഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജന്മസിദ്ധമായി തന്നെ കിട്ടുന്നതാണ്. പിന്നെ സംസ്കാരത്തിൽ നിന്നും കിട്ടുന്നതാണ്, മാതാപിതാക്കളിൽ നിന്നും കിട്ടേണ്ടതാണ്. പക്ഷെ ഇവിടെ കോമ്പറ്റീറ്റീവ് വേൾഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എല്ലാം തകരുന്ന രൂപത്തിലേക്കായി. ഇതുപോലെ യന്ത്രവ്യവസ്ഥയിലാണെങ്കിലും ശരി, തന്ത്രവ്യവസ്ഥയിലാണെങ്കിലും ശരി, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പുലിവാലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്.
വെളിയിൽ നിന്നുള്ള പലതും ഹാനികരമായിട്ടുള്ള ബാഹ്യ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോ ഇതെല്ലാം സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന കാരണങ്ങളാണ്, ഒരു വ്യവസ്ഥയെ ഇംബാലൻസ് ചെയ്യിക്കാൻ ഉണ്ടാകുന്ന കാരണങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടാവുന്നത് ചോദിച്ചാൽ വ്യവസ്ഥയിൽ ദിശാഭംഗം ഉണ്ടാവും. ഒരു വ്യവസ്ഥ ഉണ്ടാവുന്നത് കൃത്യമായിട്ടൊരു നിയതമായ സ്ഥാനത്തേക്ക് പോകലാണ്, ഒരു ഉദ്ദേശ്യമുണ്ട്. ഈ ഉദ്ദേശ്യം തകർക്കപ്പെടും, ദിശാഭംഗം ഉണ്ടാവും, ആവർത്തിച്ച് പരാജയപ്പെടും. യഥാർത്ഥ ധർമ്മം എന്താണോ ചെയ്യേണ്ടത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റു പല വഴികളിലും പോകുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണ് ഇതുണ്ടായത് ആ ഉദ്ദേശ്യം സാധൂകരിക്കാതെ പോകും. എന്താണോ ഇതിന്റെ ആന്തരിക ശേഷി, ഇന്റേണൽ ഫാക്കൽറ്റി, ആ ഫാക്കൽറ്റി പ്രയോജനപ്പെടുത്താതെ പോകും. ഫാക്കൽറ്റിക്ക് വിഭിന്നമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ അതിനെ കൊണ്ടെത്തിക്കും. അപ്പോൾ ആവർത്തിച്ചുള്ള പരാജയം ഉണ്ടാവും. ചിലപ്പോൾ ജീവിതം ഈ വെളിയിൽ കാണുന്ന ഒരു സിസ്റ്റം പറയുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഈ അതോറിറ്റേറിയൻ സിസ്റ്റം പറയുന്നതനുസരിച്ചുള്ള ഒരു ജീവിതക്രമത്തിലൂടെ പോകുമ്പോൾ വിജയിച്ചു എന്ന് തോന്നും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ മനസ്സിലാവും ഇത് വിജയമല്ല, സത്യത്തിൽ പരാജയത്തിന്റെ കുരുക്കലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോ ആവർത്തിച്ചുള്ള പരാജയങ്ങൾ നമുക്ക് സംഭവിക്കുന്നത് തിരിച്ചറിയാൻ പറ്റും. സമ്മർദ്ദവും തകരാറുകളും ഉണ്ടാവും. അറിയാമല്ലോ, ജീവിതത്തിൽ ഒരുപാട് തരം ടെൻഷനുകൾ ഉണ്ടാവും, താറുമാറാകുന്ന അവസ്ഥകൾ ഉണ്ടാവും. ഇതിന്റെയൊക്കെ അപ്പുറത്ത് വരുന്ന വേറൊരു പുലിവാലാണ് അന്യവൽക്കരണം എന്നുള്ളത്. അവനവൻ നിൽക്കുന്നിടത്ത്, സ്വന്തം വീട്ടില്, സ്വന്തം സൗഹൃദ വലയത്തില്, സ്വന്തം ധർമ്മ മണ്ഡലത്തിൽ, എന്ന് വെച്ചാൽ നമ്മൾ കർമ്മം ചെയ്യാൻ തെരഞ്ഞെടുത്ത ഒരു ഏരിയ, അവിടെ ഒക്കെ നമുക്ക് ആലിയനേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നും. എന്തിനാ? അവനവന്റെ മനസ്സിനകത്ത് തന്നെ മനസ്സും ചിന്തയും, മനസ്സും വ്യക്തിത്വം, മനസ്സും താല്പര്യങ്ങളും തമ്മിൽ ചേർന്ന് പോകാത്ത രീതിയിലുള്ള ഒരു അന്യവൽക്കരണം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അത് നമ്മൾ അസ്ഥിരതയിലേക്കാണ് ലീഡ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഔട്ട്പുട്ടായിട്ട് ഉണ്ടാവുക. ഇത് കൊണ്ടു നടക്കുകയാണെങ്കിൽ, ഇത് സാമൂഹ്യ വ്യവസ്ഥയിലാണെങ്കിൽ ശരി, വ്യക്തി വ്യവസ്ഥയിലാണെങ്കിൽ ശരി, രാഷ്ട്ര വ്യവസ്ഥയിലാണെങ്കിൽ ശരി, പാരിസ്ഥിതിക വ്യവസ്ഥയിലാണെങ്കിൽ ശരി, ഇത് നിങ്ങളത് കൃത്യമായിട്ട് പരിശോധിക്കണം. ഈ അന്യവൽക്കരണം എവിടെയെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത്, എല്ലായിടത്തും സംഭവിക്കുന്നു. അവിടെയെല്ലാം തന്നെ അസ്ഥിരത എന്നുള്ളത് വന്നു തുടങ്ങും. അപ്പൊ ഇതിന് പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? ഫീഡ്ബാക്ക് ചക്രങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഈ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന സംവിധാനങ്ങളിൽ നിന്നും മാറി അറ്റാച്ച്ഡ് ആവുന്ന വെച്ചാൽ പെർമനന്റ് ആയിട്ട് അറ്റാച്ച് ആവുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടോ. ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതിന് പകരം, എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതിന് പകരം നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, ആ റൂട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ പരമാവധി സ്വാഭാവികമായിട്ട് ജീവിക്കുക, സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, സ്വാഭാവികമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുക, ജഡ്ജ്മെന്റ് ഇല്ലാതെ ആളുകളോട് ഇടപെടുക, പരിസ്ഥിതിയോട് ഇടപെടുക, പ്രകൃതിയോട് ഇടപെടുക, നിയമങ്ങൾ പാലിക്കുക. ഇപ്പോൾ സമൂഹം മുമ്പോട്ട് വെച്ചിട്ടുള്ള നിയമമാണ്, ആ നിയമങ്ങൾ പാലിക്കുക, ലംഘിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഈ ഫീഡ്ബാക്ക് ചക്രങ്ങൾ പതുക്കെ 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 റീപ്ലേസ് ചെയ്യപ്പെടും. അടിസ്ഥാന മൂല്യങ്ങളുമായി ബന്ധം പുനഃസ്ഥാപിക്കുക, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ അകത്തേക്ക് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച്, സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് വിചാരം ചെയ്തിട്ട് നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ നഷ്ടമാകുന്നുണ്ടോ, ഇല്ലെങ്കിൽ അതിനെ എങ്ങനെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഈ വികാസ വിന്യാസം നമ്മുടെ മുന്നിൽ വെക്കുന്ന നവീകരണം ഉണ്ടല്ലോ, അതായത് നമ്മളെ ഓരോ നിമിഷവും മോഡിഫൈ ചെയ്യുന്നത്. ഞാൻ മോഡിഫൈ ചെയ്യില്ല, ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ മതി എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് വരാം. അങ്ങനെ ഒരു അനുകൂലനത്തിന് സാധ്യതയുണ്ടോ എങ്കിൽ ഞാൻ അനുകൂലപ്പെടാം, ഞാൻ അഡാപ്റ്റ് ചെയ്യാം എന്ന രീതിയിലേക്ക് നമുക്ക് ഒരു വഴക്കം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നവീകരണത്തിന് ഇടം നൽകുകയും വ്യവസ്ഥയുടെ സ്വാഭാവിക താളത്തിന്റെയും ഉദ്ദേശത്തിന്റെയും പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യുക. സ്വാഭാവിക താളം, എല്ലാ വ്യവസ്ഥയ്ക്കും നിരന്തരമായിട്ടുള്ള ഒരു താളമുണ്ട്. ആ താളം എന്തെന്ന് തിരിച്ചറിയുക, അതിന് സ്വന്തം താളം അത് ക്രമീകരിക്കണം. ഇത് നിരീക്ഷിക്കുന്ന വ്യക്തിയുടെ നിരീക്ഷണ ബോധം നിലനിൽക്കുന്ന മണ്ഡലത്തിന്റെ താളം ക്രമീകരിക്കേണ്ടതുണ്ട്. ആ താളത്തെക്കുറിച്ച് നമ്മൾ പല ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. ആ താളത്തിലേക്ക് മറ്റേ ശ്വാസതാളം, ചിന്താതാളം, പിന്നെ ഭക്ഷണതാളം, ഉറക്കതാളം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് താളങ്ങളുണ്ട്. അപ്പൊ ഈ താളങ്ങളെല്ലാം ക്രമീകരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ശരീരം പ്രവർത്തിച്ചു തുടങ്ങും. അപ്പൊ നമുക്ക് ഉദ്ദേശത്തെക്കുറിച്ചുള്ള ചോദനകൾ ഉണ്ടായി തുടങ്ങും. നമ്മുടെ ശരിയായ ഉദ്ദേശത്തിനനുസരിച്ചുള്ള ചോദനകൾ ഉണ്ടായി തുടങ്ങും. അപ്പൊ ഇവയെല്ലാം നമ്മൾ റീഇൻസ്റ്റേറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഇവയെല്ലാം നമ്മൾ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ ഫീഡ്ബാക്ക് ലൂപ്പുകളെ ഓപ്പൺ ചെയ്ത് വെക്കാനും വികാസ വിന്യാസം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നതിനെ നമുക്ക് കണ്ടെത്താനും കഴിയും. അപ്പോ വികാസ വിന്യാസം എന്ന് പറയുന്നത് എക്സിസ്റ്റൻസിന്റെ അടിസ്ഥാനമാണ്. ആ എക്സിസ്റ്റൻസിന്റെ അടിസ്ഥാനത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് മുൻപോട്ട് പോവുക മാത്രമാണ് വഴി. സുസ്ഥിര ജീവന സമൂഹത്തിലേക്ക് വന്നെത്തുന്നവർ സുസ്ഥിരതയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ വിധത്തിൽ തന്നെ മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണം. അത് ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ, എവിടെയാണ് തെറ്റിക്കിടക്കുന്നത് എന്നുള്ളത് പരിശോധിക്കണം. അതിനനുസരിച്ച് മുൻപോട്ട് പോകണം. അതിലേക്കുള്ള ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നന്ദി, നമസ്കാരം.
ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.